ഹലോ ഫ്രണ്ട്സ്, കേരള PSCയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരള PSCയിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് വേണമെങ്കിൽ നമ്മളത് എങ്ങനെയാണെന്ന് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോ വീഡിയോ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, അതിനനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്നത് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്മുടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇവിടെ PSCയുടെ ഹോം പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ ഓർ ലോഗിൻ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ബട്ടണിൽ ജസ്റ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാം. ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലോഗിൻ ID-യും പാസ്വേഡും അതുപോലെ നമുക്ക് ഈ പറയുന്ന ആക്സസ് കോഡും അടിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതിൽ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, PSCയിൽ ഇതുവരെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ സൈനപ്പ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഫൈൽ ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഇതിൽ ലോഗിൻ ചെയ്തിട്ട് ഞാൻ കാണിക്കാം ഏതൊക്കെയാണ് നിലവിൽ PSCയിൽ ഈ പറയുന്ന ഈ ഒരു മാസം പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനതിൽ എന്ത് ലോഗിൻ ID-യും യൂസർ നെയിമും അതായത് പാസ്വേഡൊക്കെ കൊടുത്ത് ഞാൻ ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക. അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാം. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതൊക്കെ അറിയുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ അറിയാത്തവരാരെങ്കിലും അതായത് പുതുതായിട്ട് ഈ പറയുന്ന വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തവരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മറ്റുള്ളവർ സ്കിപ്പ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നിലവിലിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നമ്മൾ ആദ്യം ഇതാണ് നോട്ടിഫിക്കേഷൻ സമ്മറിയാണ്. ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കാം. നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ് വൈഡ് അതുപോലെ ഡിസ്ട്രിക്ട് വൈസ് എന്നുള്ള ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നത് കാണാം. അപ്പോൾ ഈ പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആയിട്ട് വന്നിരിക്കുന്ന ഡയറക്റ്റ് ജനറൽ വേക്കൻസി നിങ്ങൾ നോക്കാം. അതുപോലെ തന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഡയറക്റ്റ് SR വേക്കൻസി ഉണ്ട്. ദെൻ സ്റ്റേറ്റ് വൈഡ് NCA വേക്കൻസി ഉണ്ട്. ഇതൊക്കെ ഓരോ റിസർവ്ഡ് വേക്കൻസികളാണ് ഇതിൽ വരുന്നത്. പിന്നെ ബൈ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ അതായത് സംസ്ഥാന തലത്തിൽ വരുന്ന വേക്കൻസിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. 18 പോസ്റ്റ് അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ ലീഗൽ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ചെക്ക് എലിജിബിലിറ്റി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കാണാം ഇവിടെ ഞാൻ ഇന്നെലിജിബിൾ ആണ്. കാരണം ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നെലിജിബിൾ ആയിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലൊന്ന് ജസ്റ്റ് നമ്മളവിടെ ക്ലിക്ക് ചെയ്തതിൽ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ കാണാം LLB വേണം. ഓക്കെ, അപ്പോൾ LLB ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഈ പറയുന്ന ബാർ കൗൺസിൽ മെമ്പർഷിപ്പും വേണം. അപ്പോൾ നമ്മളത് ബാക്ക് അടിക്കുക. അപ്പോൾ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ടിഫിക്കേഷൻ്റെ PDF ആണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം PDF ഡൗൺലോഡ് ആയിട്ട് വരും. ഇത്ര പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ സ്കെയിൽ എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ കാണിക്കും. ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. പിന്നെ ഇലക്ട്രീഷ്യൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ എലിജിബിലിറ്റി വൈ ഐ ആം ഇൻഎലിജിബിൾ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യനിൽ നമുക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം. അതായത് നിങ്ങൾക്ക് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITI കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസിയാണ്. അപ്പോൾ നമ്മളത് ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രീഷ്യനിൽ തന്നെ ഇതിൻ്റെ എന്താണ് PDF ഉണ്ട് ഇവിടെ. നമുക്ക് നോക്കാം ഇതിൻ്റെ PDF ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ 2 വേക്കൻസിയാണുള്ളത് കേട്ടോ. ഓക്കെ, 25,100 മുതൽ 55,900 ഇതിൻ്റെ സ്കെയിൽ പേ വരുന്നത്. പിന്നെ ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിലേക്കാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 to 36 ഏജ് ലിമിറ്റ്. SC ST OBC ഒക്കെ നിശ്ചിതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോട് പറയുന്നുണ്ട്. SSLC അതോടൊപ്പം തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ, അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രേഡിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഏതാണ്, അതായത് മുൻപ് സെലക്ഷൻ നടത്തിയ സമയത്ത് അതിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് PSCയുടെ പുതിയൊരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമുക്കിപ്പം ഡൗട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വലൻ്റ് എന്നുള്ളൊരു വാക്കുകൂടെ കണ്ടു അല്ലേ, ഇലക്ട്രീഷ്യൻ ട്രേഡിലോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ട്രേഡിലോ എന്ന് ഇവിടെ കണ്ടു. അപ്പോൾ അത് നമുക്ക് ഡൗട്ട് ക്ലിയർ ആൻ ഇതിൽ തന്നെ അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ അഡ്മിറ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ. അത് മുൻപ് സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികൾ, മുൻപ് ഇതേപോലുള്ള പോസ്റ്റിൽ സെലക്ട് ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും. PDF ഡൗൺലോഡ്. അപ്പോൾ NTC ഇലക്ട്രീഷ്യന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് KGCE
ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഇക്വലൻറ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷൻ ആക്സെപ്റ്റഡ് ഇൻ ദ പ്രീവിയസ് സെലക്ഷൻ ഓഫ് ദിസ് പോസ്റ്റ്. അപ്പോൾ ഈ സെയിം പോസ്റ്റിന്, അതായത് ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ആ സെയിം പോസ്റ്റിലേക്ക് മുൻപ് എടുത്തിരുന്ന അതായത് ഇക്വലൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ അതിന് ഹയർ ക്വാളിഫിക്കേഷൻ ആയിട്ടോ പരിഗണിച്ച് ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികളെയും ഇതിലേക്ക് സെലക്ട് ചെയ്തിരുന്നു എന്നാണ് ഇതിൽ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പോളിടെക്നിക് ഡിപ്ലോമ, അതുപോലെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇതൊക്കെ ഹയർ ക്വാളിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ഇപ്പം പുതുതായിട്ട് വന്നതാണ് കേട്ടോ ഇങ്ങനെയുള്ള ലിങ്കുകൾ. പണ്ടത്തെ നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അതായത് PDF നിങ്ങൾക്ക് കിട്ടും. പിന്നെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫാർമസിസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോ പോസ്റ്റിൻ്റെയും ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് ഇത് 29 ജൂണാണ്. ഇതൊക്കെ കഴിഞ്ഞ മാസം വന്ന നോട്ടിഫിക്കേഷനാണ്. അത് ജൂൺ 29 ആകുന്ന സമയത്ത് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയിട്ട് പോകും കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് അല്ലാത്ത പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഞാൻ കാണിക്കാം. പിന്നെ നേഴ്സ് വിളിച്ചിട്ടുണ്ട്, ബോട്ട് ലാസ്കർ വിളിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് കാണാം ബ്ലെൻഡിങ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അത് ട്രാവൻകൂർ ഷുഗർ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് നിങ്ങൾ +2 സയൻസോ അല്ലെങ്കിൽ ഇതിൽ ഞാൻ പറയാം ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എന്നാലും നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് 18-36 ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. +2 നമ്മൾ സയൻസ് പഠിച്ചിരിക്കുക, അതായത് കെമിസ്ട്രി ഒരു സബ്ജക്റ്റായിട്ട് നമ്മൾ +2 ലെവലിൽ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിന് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ലബോറട്ടറി അസിസ്റ്റൻറ്റ് കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് എന്ന് പറയുന്ന ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ലബോറട്ടറി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ട്രേഡിൽ നിങ്ങൾ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിലും അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ +2 സയൻസ് കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇതിന് ഓരോന്നും അങ്ങനെ നോക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ എലിജിബിൾ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് എന്താണ് എലിജിബിൾ ആണോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്ലൈ എന്നുള്ള നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തു എന്നുള്ള ഇവിടെ കാണിക്കും കേട്ടോ. പിന്നെ നമുക്ക് സ്റ്റെനോ ടൈപ്പിസ്റ്റ് വന്നിട്ടുണ്ട്, ദെൻ ഡ്രഗ്സ് ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്, പിന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ ജിയോഗ്രഫി വന്നിട്ടുണ്ട്, പിന്നെ നോൺ വൊക്കേഷണൽ ടീച്ചർ മാത്തമാറ്റിക്സ് വന്നിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ വന്നിട്ടുണ്ട്, അസിസ്റ്റൻറ്റ് മാനേജർ വന്നിട്ടുണ്ട്, ട്രേഡ് ഇൻസ്ട്രക്ടർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രേഡ് ഇൻസ്ട്രക്ടറൊക്കെ നിങ്ങൾക്ക് ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എലിജിബിൾ ആണ്. വൈ ഐ ആം എലിജിബിൾ ഇൻഎലിജിബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് നമ്മൾ അത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ കാണാം. ഒന്നെങ്കിൽ THSLC ഈ പറയുന്ന ഇലക്ട്രോപ്ലേറ്റിംഗ് THLC കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 10th നമ്മൾക്ക് ഈ പറയുന്ന ഇലക്ട്രോപ്ലേറ്റിങ്ങിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 10th KGC ഇലക്ട്രോപ്ലേറ്റിംഗ് ഉള്ള ട്രേഡിൽ നിങ്ങൾക്ക് KGC ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 10th ലെവൽ അതായത് 10ാം ക്ലാസ് SSLC പ്ലസ് നിങ്ങൾക്ക് VHSC ഇലക്ട്രോപ്ലേറ്റിംഗ് നമ്മൾ ഒരു ഇതായിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, VHSC കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ PDF കറക്റ്റായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ മനസ്സിലാവും. ഡോക്യുമെൻറ്റ്സിനുള്ള ക്ലിക്ക് ചെയ്താൽ PDF കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ എലിജിബിലിറ്റിയോടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ നമുക്ക് ടെക്നിക്കൽ ഹൈസ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് THSLC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം ഈ പറയുന്ന അതത് ട്രേഡിൽ പറഞ്ഞിരിക്കുന്ന ട്രേഡിൽ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന 10ാം ക്ലാസ്സും പ്ലസ് നമുക്ക് ITIയും കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ VHSC കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ബാക്ക് അടിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് എലിജിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓരോന്നിൻ്റെ അങ്ങനെ കേട്ടോ. ഞാൻ ജസ്റ്റ് പോസ്റ്റ് ഇത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ പറയുന്ന ഡ്രഗ്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ ജൂലൈ 19 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. എന്നാൽ സ്റ്റെനോ ടൈപ്പിസ്റ്റ് നമ്മൾ മുകളിൽ ഈ പറയുന്ന ലീഗൽ അസിസ്റ്റൻറ്റ് മുതൽ സ്റ്റെനോ ടൈപ്പിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റ് വരെ ജൂൺ 29 വരെ സമയമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ മന്തിൽ വന്ന ഒരു നോട്ടിഫിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന നോൺ വൊക്കേഷണൽ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഈ ജിയോഗ്രഫി എന്ന് പറയുന്ന സബ്ജക്റ്റ് മുതൽ നിങ്ങൾക്ക് ഈ 2-3 ദിവസം മുൻപ് വന്ന നോട്ടിഫിക്കേഷനാണ്. അത് 19 നമുക്ക് ജൂലൈ വരെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി അടിയിലേക്കുള്ളൊക്കെ അതിൻ്റെ ആ ഒരു ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് 19 ജൂലൈ 2023 ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മോൾഡർ വിളിച്ചിട്ടുണ്ട്, പിന്നെ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് ഓർ ക്യാഷ്യർ വിളിച്ചിട്ടുണ്ട്, ദെൻ ആയുർവേദ തെറപ്പിസ്റ്റ് വിളിച്ചിട്ടുണ്ട് മെയിൽ, ദെൻ ആയുർവേദ തെറപ്പിസ്റ്റ് ഫീമെയിലിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബാക്ക് അടിക്കാം. ഇനി അടുത്ത നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇപ്പം നോക്കാം, നിങ്ങളുടെ ഡിസ്ട്രിക്ട് വൈസ് ഡയറക്ടർ ജനറൽ എന്ന് കാണാൻ പറ്റും. 3 കാറ്റഗറിയാണ് വിളിച്ചിരിക്കുന്നത്. അതിലൊന്ന് സ്റ്റാഫ് നേഴ്സാണ്, ദെൻ രണ്ടാമത്തേത് ഫാർമസിസ്റ്റ് ആണ് വിളിച്ചിരിക്കുന്നത്, മൂന്നാമത്തേത് ഈ കാവടി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എലിജിബിലിറ്റി നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ബാക്ക് അടിക്കാം. നമ്മൾ
ഇനി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്റ്റേറ്റ് വൈഡ് SR കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത 2 വേക്കൻസിയാണ്. ഇതിൽ വിളിച്ചിരിക്കുന്ന ലെക്ചർ ഇൻ മൃദംഗമാണ്. അപ്പോൾ ഇതിൽ ഈ ചില പ്രത്യേക കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലോ വിഷൻ, അതുപോലെ ഹിയറിംഗ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെയാണ് കേട്ടോ. അങ്ങനെയുള്ള റിസർവ്ഡ് ആണ്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ വിളിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്ന ST കാൻഡിഡേറ്റ്സിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്ക് അടിക്കുക. ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം NCA കാണാം. NCA നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. NCA എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാറ്റിൻ, കത്തോലിക്, അതുപോലെ ഈയവ, തീയ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറിക്ക്, മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെയുള്ള ഓരോ കാറ്റഗറിക്കാണ് വരിക കേട്ടോ. അപ്പോൾ NCA ഒക്കെ ഡിസ്ട്രിക്ട് വൈസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങൾ നോക്കാം. അപ്പോൾ ഈ പറയുന്ന SC ST അതുപോലെ മുസ്ലിം അങ്ങനെയൊക്കെയുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾക്ക് റിസർവ്ഡ് ആയിട്ടുള്ള വേക്കൻസികളാണ് അതിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുള്ള വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്